അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ലായിക്കായ അനുയോജ്യമായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അള്ളാഹു തആല ഖൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവര്, ക്ലാസ് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ഒരുപാട് നല്ല മനസ്സിനുടമകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകൾ മേലെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കയറി എല്ലാ ആളുകളും അതിലൊക്കെ പങ്കാളികളാവുക. ഒരുപാട് അറിവ് അതിലൂടെ നൽകുന്നുണ്ട്. അള്ളാഹു നല്ല അറിവുകൾ നേടുവാനും നല്ല അറിവുകൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ധാരാളമായി ചൊല്ലുന്ന ആളുകളാണ്. നിസ്കാരത്തിലൂടെയും അല്ലാതെയും ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ പല സമയങ്ങളിൽ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ധാരാളമായി അധികരിപ്പിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ. എന്നാൽ ഈ ബിസ്മിയുടെ മഹത്വം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. എപ്പോഴാണ് ചൊല്ലേണ്ടത്? നമ്മുടെ തമ്പുനിൽ നമ്മൾ കൊടുത്തതുപോലെ അടുക്കളയിൽ ചൊല്ലുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് നമ്മുടെ തമ്പുനിലുള്ളത്, അല്ലേ? ചില ആളുകൾ പറയും ബിസ്മിയെക്കുറിച്ച് മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് തമ്പുനിൽ കൊടുത്തതൊന്നും പറയുന്നത് വേറെ ഒന്നുമാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടോ? വിചാരിക്കണ്ട. എന്താണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരാം. ബിസ്മിക്ക് ഒരുപാട് മഹത്വമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ഒരുപാട് മഹത്വമുണ്ട്. നമ്മൾ അറിയാത്ത പല മഹത്വങ്ങളുമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷം കൊണ്ട് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിലും, അതുപോലെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കി കൊടുത്തതായ തൗറാത്തിലും, അതുപോലെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്തതായ ഇൻജീലിലും, അതുപോലെ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത സബൂറിലും, ഈ 4 ഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യം, കോമൺ ആയിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യം ഉണ്ടെങ്കിൽ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാക്കാണ്. നാം ചിന്തിക്കണം. 4 ഗ്രന്ഥത്തിലും ഒരേപോലെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യം അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അപ്പൊ അതിന്റെ മഹത്വം എത്രയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിസ്മി ചില്ലറക്കാരനല്ല. ഒരുപാട് മഹത്വങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മഹത്വമൊക്കെ പറയുന്നുണ്ട്.
പരിശുദ്ധ ഖുർആനിന്റെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു ആയത്തിലുണ്ട് എന്ന, അതല്ല ബിസ്മിയിലെ ബാഇനുള്ളിൽ അതൊക്കെ ഉണ്ട് എന്ന് മഹത്തുക്കൾ തഫ്സീറുകളിൽ കാണാൻ കഴിയും. അതുമല്ല ആ ബാ എന്നതിലെ ഒരു കുത്തുണ്ടല്ലോ, ബാ എന്ന് എഴുതുമ്പോൾ ആ കുത്തിനുള്ളിൽ അതിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വരെ മഹത്തുക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ബിസ്മി എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, ഒരുപാട് മഹത്വങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ അവരുടെ ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്, കുറച്ചൊന്നുമല്ല. അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല അവനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഖുർആൻ ഓതുന്ന സമയമൊഴിച്ച് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്ന സമയമൊഴിച്ച് ബാക്കിയുള്ള അവൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, വാഹനത്തിൽ കയറുന്ന സമയത്ത്, എഴുതാൻ തുടങ്ങുമ്പോൾ, വായിക്കാൻ തുടങ്ങുമ്പോൾ, ഈ സമയത്തൊക്കെ, അതുപോലെ അവൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും കൊടുക്കുകയില്ല എന്നാണ് മഹത്തുക്കളായ ഉലമാക്കമെ പഠിപ്പിക്കുന്നത്. അഥവാ ജോലി, അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുന്ന സമയത്ത്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ സമയങ്ങളിലേക്ക് അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവനെ അല്ലാഹു തആല എല്ലാ തട്ടുമുട്ടുകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. അതിലൊന്നും ഒരു തട്ടുമുട്ട് പ്രയാസങ്ങളൊന്നും അല്ലാഹു തആല കൊടുക്കുകയില്ല എന്നാണ്. മാത്രമല്ല അവന്റെ റിസ്ക്കിൽ അല്ലാഹു തആല വിശാലം നൽകുമെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അവന്റെ റിസ്ക്കാണ്. ഭക്ഷണം, വസ്ത്രം, വാഹനം, ജോലി, ഇതൊക്കെ അവന്റെ റിസ്ക് എന്ന് പറയുന്നതിൽ പെടും. ഇതിലൊക്കെ അല്ലാഹു തആല വലിയ വിശാലത ചെയ്തു കൊടുക്കുമെന്നാണ് മഹത്തുക്കളായ ഉലമാക്കമെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിർത്തി കൊടുക്കുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പതിവായി ചൊല്ലി നടക്കുന്ന ആളാണ്, എപ്പോഴും പതിവാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ അവനിക്ക് നൽകിയ നിഅമത്തുകൾ എന്തൊക്കെയുണ്ടോ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിലനിർത്താൻ അത് കാരണമായിരിക്കുമെന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയില്ല, നീങ്ങിപ്പോവുകയില്ല, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കും അല്ലാഹു തആല എന്നാണ്. അല്ലാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്നത്, അല്ലേ? ഹബീബായ തങ്ങൾ ഇസ്രാ മിറാജിന് പോയ സമയത്ത് അള്ളാഹിന്റെ റസൂല് ഒരു പച്ച നിറത്തിലുള്ള ഒരു കുബ്ബ കണ്ടു എന്നാണ്. ഒരു പച്ച നിറത്തിലുള്ള കുബ്ബ അള്ളാഹിന്റെ റസൂല് കണ്ടു എന്നാണ്. ഇത് കണ്ടപ്പോ അള്ളാഹിന്റെ റസൂൽ അതിന്റെ അടുത്ത് ചെന്നിട്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു അത്രേ, അല്ലയോ ജിബ്രീലേ, ഇതിന്റെ അകത്ത് എന്താണ് ഉള്ളത്? ഇതിനകത്ത് എന്താണുള്ളതെന്ന് അന്ന് മാലാഖ ജിബ്രീലിനോട് അള്ളാഹിന്റെ റസൂല് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടിയായി പറഞ്ഞു കൊടുത്തത്, അള്ളാഹിന്റെ റസൂലെ, അങ്ങ് ആ കൊട്ടാരത്തിന്റെ, ആ കുബ്ബയുടെ, ആ കൂടാരത്തിന്റെ അടുത്തേക്ക് ചെല്ലണം നബിയെ. അവിടെ ചെന്നതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടാരം അങ്ങ് തുറക്കും, ആ കുബ്ബയങ്ങ് തുറക്കും നബിയെ. ഇതങ്ങ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ ആ കുബ്ബയുടെ, പച്ച നിറത്തിലുള്ള കുബ്ബയുടെ അടുക്കൽ ചെന്നു. അള്ളാഹിന്റെ റസൂൽ അവിടെ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയപ്പോ ആ കുബ്ബയങ്ങ് തുറക്കുകയാണ്. രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മാറി തുറന്നു. അള്ളാഹിന്റെ റസൂൽ അതിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോ സഹാബത്തിനോട് അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, സഹാബ, ഞാൻ അതിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോ ഞാൻ കണ്ടത് നഹ്റും മിനൽ മാ, നഹ്റും മിനൽ ലബൻ, നഹ്റും മിനൽ ഖംർ, നഹ്ലും മിനൽ ഗസ്ൽ. ഇങ്ങനെ 4 നദികളാണ്, 4 പുഴകളാണ് ഞാൻ കണ്ടത് സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബിസ്മിയുടെ ബിസ്മിയിലൂടെയാണ് ഇത് ഒഴുകി വരുന്ന ഈ 4 നദികളും ഒഴുകി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബിസ്മില്ല എന്നതിലെ ബായിലൂടെയാണ്, ബായിൽ നിന്നാണ് നഹ്റും മിനൽ മാ, വെള്ളത്തിന്റെ നദി, വെള്ളത്തിന്റെ പുഴ ഒഴുകി വരുന്നത്. അതുപോലെ ബിസ്മില്ല എന്നതിലെ അല്ലാഹ് എന്നതിൽ ഹാ ഉണ്ടല്ലോ, അവസാനത്തെ ഹാ, ആ ഹായിലൂടെയാണ് പാലിന്റെ പുഴ അരുവി ഒഴുകി വരുന്നത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് നിർത്തിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, സഹാബ, റഹ്മാൻ എന്നതിൽ നൂനുണ്ടല്ലോ, റഹ്മാൻ എന്നതിൽ അവസാനത്തെ നൂനുണ്ടല്ലോ, ആ നൂനിലൂടെയാണ് ഖംറിന്റെ, കള്ളിന്റെ നദി, പുഴ, അരുവി ഒഴുകി വരുന്നത് എന്ന് പുണ്യ റസൂലുള്ളാഹി റസൂല് പറയുകയാണ്. അതുപോലെ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമായ ഒരു ഇസ്മായ റഹീം എന്ന് പറയുന്നതിലെ അവസാനത്തിലുള്ള മീമുണ്ടല്ലോ, ആ മീമിലൂടെയാണ് തേനിന്റെ അരുവി, പുഴ ഒഴുകി വരുന്നത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ പതിവാക്കിയാൽ ആ അരുവിയിൽ നിന്ന്, ആ പുഴയിൽ നിന്ന് ആ മനുഷ്യനെ അല്ലാഹു തആല കുടിപ്പിക്കുന്നതാണെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ റജബ് മാസത്തിൽ, റജബിലാണ് ഇസ്ലാമിക നടന്നത്, ആ റജബ് മാസത്തിലാണ് നമുക്കുള്ളത്. അപ്പൊ റജബിൽ ധാരാളമായി അധികരിപ്പിക്കേണ്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അല്ലാഹു റസൂല് കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ധാരാളമായി നിലനിർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മഹത്തുക്കമേ പഠിപ്പിക്കുകയാണ്, ഇനി ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുള്ള ഒരു പേപ്പറിന്റെ കഷ്ണം, ഒരു കടലാസിന്റെ കഷ്ണത്തിലോ ഏതിലോ ആവട്ടെ, ഏത് ഭാഷയിലാവട്ടെ, ഇനി മലയാളത്തിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, ഉറുദുവിലാവട്ടെ, ഇനി കന്നഡയാവട്ടെ, ചൈനീസ്, ഏത് ഭാഷയിലാണെങ്കിലും വേണ്ടില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുള്ള ഒരു വസ്തു, ഒരു കടലാസ് അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും വേണ്ടില്ല, അത് കയ്യിൽ കിട്ടി അതിനവൻ ഭദ്രമായി നല്ല സ്ഥലത്ത് സൂക്ഷിച്ച്, വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സിദ്ദീഖീങ്ങളോടൊപ്പമാണ് നാളെ സ്വർഗത്തിൽ കടത്തുക എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ കടത്തുന്നതാണ്. അപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് കല്യാണ കത്തുകൾ, വീട് മാർക്കല്ല കത്തുകൾ, അതുപോലെ പലതിലും നമുക്ക് കാണാൻ കഴിയും ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, അതല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ട് കാണാം. അള്ളാഹിന്റെ പേരൊക്കെയാണല്ലോ അതിലുള്ളത്. അത്തരം സംഗതികളൊക്കെ നാം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വൃത്തിയുള്ള സ്ഥലത്ത് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കും, ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകും. കാരണം അത് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്നാണ് മഹത്തുക്കമെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ പതിവാക്കിയാൽ നിസ്കാരത്തിൻ്റെ വസ്വാസ്, നിസ്കാരത്തിലുള്ളതായ വസ്വാസുകളൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. വസ്വാസ് എന്ന് പറയുന്ന സംഗതി വലിയ പ്രശ്നമാണ് സഹോദരങ്ങളെ, അല്ലേ? പണ്ടൊരാള് ഒരു കഥ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ നിന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അത് കിട്ടുന്നില്ല. ബാക്കിയുള്ള ആൾ പറഞ്ഞത്ര പിടിച്ചിട്ട് ഇജ്ജാക്കിയതിന് മതിന് ഞാനാക്കാതെ പറഞ്ഞ് പിടിച്ചു വലിച്ചു എന്നാ ഒരു സംഭവം പറഞ്ഞതാണ്. അപ്പൊ എന്നതുപോലെ അത് വലിയ വിഷയമാണ് വസ്വാസ് എന്നുള്ളത്. അള്ളാഹു അനുസൃതമായി കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരത്തിലുള്ളതായ വസ്വാസ് ഒരാൾക്കുണ്ടെങ്കിൽ അത് നീങ്ങണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് പതിവാക്കിയാൽ മതി. അതുപോലെ ശൈത്താന്റെ ഷർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകുമെന്നാണ്. പ്രത്യേകമായി ബിസ്മി ഓതുന്ന ആളുകൾ, പതിവാക്കുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല മോചനം നൽകുമെന്നാണ് മഹത്തുക്കളായ
ഉലമാക്കമെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഇനി ഒരു പെണ്ണ്, അതല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരു സ്ത്രീ മനസ്സിലാക്കണം. ഇനി അതല്ലെങ്കിൽ ഒരു പുരുഷനാവട്ടെ, ആരാണെങ്കിലും പാത്രം കഴുകുന്ന സമയത്ത്, പാത്രം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ മീൻ മുറിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വസ്ത്രം അലക്കുന്ന സമയത്ത്, വസ്ത്രം അലക്കാൻ വേണ്ടി വാഷ് മെഷീനിൽ പോലത്തതിലേക്ക് ഇടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്തത് എങ്കിൽ അത് അവരെ സ്വർഗത്തിൽ കടത്താൻ കാരണമാകും. അത് കാരണത്താൽ അവരെ സ്വർഗത്തിൽ അല്ലാഹു തആല കടത്തുമെന്നാണ് ഉലമാക്കമെ പഠിപ്പിക്കുന്നത്. അപ്പൊ ചില്ലറ സംഗതിയൊന്നുമല്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, വസ്ത്രം അലക്കുമ്പോൾ, അതല്ലെങ്കിൽ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത്, മീൻ മുറിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മക്കളെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത്, ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണ്, അതല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരു സഹോദരി, അതല്ലെങ്കിൽ ഒരു പുരുഷൻ, ആരാവട്ടെ ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്തതെങ്കിൽ അവരെ അത് സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുമെന്നാണ് മഹത്തുക്കളായ ഉലമാക്കമെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഇനി ഒരു പെണ്ണ് പാത്രം കഴുകുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ആ പാത്രം കഴുകിക്കഴിഞ്ഞ് അത് കമഴ്ത്തി വയ്ക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ചെയ്താൽ ആ പാത്രത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്നാണ്. ആ പാത്രത്തിൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് അവർക്ക് നൽകുമെന്നാണ്. മാത്രമല്ല, ആ പാത്രത്തിൽ കഴിക്കുന്നതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണിന് സ്വർഗം കൊടുക്കുമെന്ന് മാത്രമല്ല, സ്വർഗത്തിലെ ഭക്ഷണം അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു നേട്ടമായി ഉലമാക്കമെ പഠിപ്പിക്കുന്നത്, ഇനി ഒരാൾ അവന്റെ ജീവിതത്തിൽ ഒരു ദിക്ർ പതിവാക്കി കൊണ്ട് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാള്, ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണെങ്കിലും വേണ്ടില്ല, ഒരു ദിക്ർ അവരുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടു നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മഹത്തുക്കളെ പഠിപ്പിക്കുന്നത് അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അവൻ പതിവാക്കിക്കൊള്ളട്ടെ എന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവൻ പതിവാക്കി കഴിഞ്ഞാൽ, ഒരു ദിക്റാക്കിക്കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവൻ അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ പതിവായി ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അമ്പിയാക്കളോടുകൂടെ, നബിമാരോടുകൂടെയാണ് സ്വർഗത്തിൽ കടത്തുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉലമാക്കലമെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടത് ബിസ്മി പതിവാക്കുക എന്നതാണ്. ബിസ്മി നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി കൊണ്ടു നടക്കുക. ഒരുപാട് മഹത്വം ബിസ്മിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രത്യേകമായ സഹോദരന്മാർ, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, വസ്ത്രം അലക്കുന്ന സമയത്ത്, അടുക്കളയിലേക്ക് പോകുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒരുപാട് ഫലം നമുക്ക് ലഭിക്കും. ബിസ്മി ചൊല്ലാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. ബിസ്മി ചൊല്ല സുന്നത്തുള്ള സമയം, സുന്നത്ത് ഇല്ലാത്ത സമയം, ചില ഹറാമുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളവരുമാണ് അല്ലേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ബിസ്മിക്ക് ഒരുപാട് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ അമലായ അള്ളാഹു സ്വീകരിക്കട്ടെ. കബൂലിയത്തുള്ള ഒരു അമലായ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിജയകരമാക്കി തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്കൊക്കെ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.